അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ കറി എന്താണെന്നല്ലേ നോക്കിയാണ് നിങ്ങൾ. തീരെ സുഖമല്ല കേട്ടോ മക്കളെ. പിന്നെന്താണ് പനിയും വേദനയും എന്തൊക്കെയാണ്. മഴ ആയതുകൊണ്ട് രണ്ട് കയ്യും പൊങ്ങണില്ല, ഉരവേദന ഒക്കെ ഇളകിയിരിക്കുന്നു. അപ്പം നമ്മൾ ചെറിയൊരു കറി കേട്ടോ ഒന്ന് ഉണ്ടാക്കണേ. ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? നിങ്ങൾക്കൊക്കെ സുഖമുണ്ടോ? അത് നമ്മളെപ്പോലെ സൂക്കടൊക്കെയാണോ നിങ്ങൾക്ക്? അപ്പോൾ ഞാനിന്നൊരു പപ്പടക്കറി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പോയി പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഇതിലുണ്ട്. ഇത് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പപ്പടം മതി പറഞ്ഞ് പൊരിച്ചെടുത്ത് വെളിച്ചെണ്ണയാണ്. അപ്പം നമ്മൾ ഇതാദ്യമായിട്ട് ഇടുകയാണ്. രണ്ട് പപ്പടം ഒന്ന് കാച്ചെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ടേസ്റ്റുള്ള ഒരു കറിയാട്ടോ അത്. പണ്ട് ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറി, എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കലുണ്ട് കറി വെക്കാനല്ല. ഇവിടെ ഇപ്പോൾ കറി എന്തെങ്കിലുമൊക്കെ വെക്കാം, പക്ഷെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മതിയെന്ന് വിചാരിച്ചു. ഞങ്ങൾ നോമ്പിനൊക്കെ ഈ കറി ഉണ്ടാക്കലുണ്ട്. നോമ്പ് നമ്മൾ പൊളിച്ചക്കൊക്കെ ചോറുന്നാൻ ഇങ്ങനത്തെ പപ്പടം താളിച്ചൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പം അതേ രീതിക്കാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ നോമ്പായിട്ടൊന്നുമല്ല, നോമ്പൊക്കെ ആകാനായില്ലേ. മുഹറം 9, 10 നോൽക്കണ്ടേ നമുക്ക്. കുറച്ചോ നോൽക്കാൻ ആരോഗ്യ ആയുസ്സൊക്കെ തരട്ടെ. അപ്പോൾ അതാ നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ അതിലാണ്ട് വെച്ച്, കുറച്ച് കുറവേ വെളിച്ചെണ്ണ കൊണ്ട്. വെളിച്ചെണ്ണ വരുമ്പോൾ എന്താ കയ്യിൽ നിന്നൊരു വരയല മക്കളെ. വെളിച്ചെണ്ണേൻ്റെ വില അങ്ങനെയാണ്, അതുകൊണ്ടാണ്. ഇന്നിപ്പോൾ വലിയ ഒച്ചയൊന്നുമില്ല കേട്ടോ, സുഖമില്ലാത്തതുകൊണ്ട് കുറേ ചൂടൊക്കെ പിടിച്ച് തൈലൊക്കെ തേച്ച് ഒക്കെ നിൽക്കുക കേട്ടോ. ഭയങ്കര വേദന വെച്ചാൽ ഭയങ്കര വേദന. തീരുമാനമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ തന്നെ, തണുപ്പൊന്നും പറ്റില്ല. നമ്മൾ വീഡിയോ ചെയ്യാതെന്നാലാണെങ്കിൽ ഉള്ള മണിക്കൂറും ഉള്ളതൊക്കെ പോയി പോകും. നമ്മളങ്ങനെ സുഖമില്ലായിട്ട് നമ്മൾ ചെയ്യാതെ കുറച്ച് നിന്നപ്പോൾ നമ്മളെ മണിക്കൂറുകളൊക്കെ പോയി കിട്ടി. എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യണ്ടേ, നിങ്ങൾക്കൊരു ഉപകാരം ആയിക്കോട്ടെ. അപ്പോൾ കറി വെക്കാനില്ലാതെ അല്ലെങ്കിൽ മടിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പപ്പടം കാച്ചി ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ചുമന്ന ഉള്ളി ചേർക്കാം. കടുകിൻ്റെ ആവശ്യമില്ല, ഞാൻ കടുകിൻ്റെ പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കടുക് ഇട്ടിട്ടില്ല കേട്ടോ. ചെറിയൊരു കറി കേട്ടോ ഉണ്ടാക്കാൻ പോണേ. രണ്ടാൾക്ക് മാത്രമുള്ള ഒരു കറി അതിൻ്റെ ഉണ്ടാക്കിയാണ്ടല്ലോ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് സുഖമില്ലാതാകുമ്പോൾ അങ്ങനത്തെ കറിയൊക്കെ മതി അല്ലേ. അപ്പോൾ ഒരു രണ്ട് വലിയ പച്ചമുളക് നീളമുള്ള ചേച്ചി അതുകൊണ്ട് മുറിച്ചാണ്ട് ഇട്ട് കൊടുത്തു. നമുക്കൊന്ന് ഇളക്കി പൊള്ളണില്ല കേട്ടോ മക്കളെ. ഒരു കൈ പൊങ്ങണില്ല, ഒരു കൈ കൊണ്ടാണ് ഇപ്പോഴൊക്കെ ഉണ്ടാക്കുന്നത്. അടുത്ത കൈ പൊങ്ങണില്ല. നേരം പോയിട്ട് വിളിച്ചേക്കുമ്പോൾ കുറേ എക്സസൈസൊക്കെ ചെയ്ത് കയ്യിലൊക്കെ തേച്ച് ചൂടൊക്കെ പിടിച്ച് അങ്ങനെയാണ് ഇപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണേ, നമ്മളെയൊക്കെ ഒന്ന് വിജയിപ്പിക്കണം കേട്ടോ. നിങ്ങൾ ഒരു പിഞ്ച് അളവിൽ ഇതാ മല്ലിപ്പൊടി വേണ്ട, ഇതൊരു കുറച്ച് മതി. പാകത്തിന് മുളക്. നമ്മൾ നല്ലൊരു മീൻകറി കണ്ട് ഇട്ടുകയാണ് കേട്ടോ, ഒക്കെ കണ്ടോളിയാ.
ഇന്നലെ ഇട്ടതാണ്. ഇന്നാണ് ഇട്ടത്. ഇന്നലെ എടുത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ഇന്നാണ് ഇട്ടത്. നിങ്ങളതൊക്കെ ഒന്ന് കണ്ടുണ്ടാക്കി വെക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. അത് മതി. കരണ്ടും പോയിട്ടോ. കരണ്ടിനുള്ള കുഴപ്പമാണിത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കരണ്ട് വന്നേ. അപ്പം എന്താ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത്. ഈ കൈ പൊങ്ങൂല. ഈ കൈ കൊണ്ട് തന്നെ വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ടാട്ടോ. ഒന്നും പറയാത്ത തീരെ കുറവാക്കി പൊടി കരിയുണ്ടാക്കി വെച്ച് ഞാനത് കുറച്ച് വെച്ച്. അപ്പം നമുക്ക് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി കണ്ട് ഇടണം. തിളച്ച് വരുമ്പോൾ തിളക്കണുള്ളൂ കേട്ടോ. പൊടി ഒക്കെ കുറച്ചിട്ടാൽ മതി. കുറേ ഇട്ടാൽ അധികമാവും. അപ്പം നിങ്ങൾക്ക് അളവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. മുളക് പാകത്തിന് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടതുകൊണ്ടാണ് കുറച്ച് മുളക് നമുക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റിയ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടി ഉണ്ട് കേട്ടോ. പപ്പടം അങ്ങനെ തിന്നാൽ നല്ല രസാലയല്ലേ. എനിക്കിഷ്ടമാണ് പപ്പടവും. കാപ്പി ചായ അല്ലേ അതും. ചായ അല്ല, കാപ്പിപ്പൊടി ഇട്ട ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുളകൊന്ന് വെന്ത് വരുമ്പോഴേ നമുക്ക് ബാക്കി ഇതിലേക്ക് പൊടിച്ചാണ്ട് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് അളവിൽ നമുക്ക് എന്താണെന്നറിയോ, ഈ പൊടിച്ചന് ഉലുവയും കടുകും കേട്ടോ. അതാണ് ഞാൻ കടുക് ഇട്ട് കൊടുക്കാൻ. കടുകും ഉലുവയും പൊടിച്ചത് ഇവിടെ ഉണ്ടായി. അപ്പം ഇനി ഇത് എന്താണ്, ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് തീ കുറച്ചിട്ട് പപ്പടം ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കണ്ട. വേണ്ട, പപ്പടക്കറി റെഡിയായി. ഇത്ര പണിയുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കൊടുത്തിടാനാണെങ്കിൽ ഇത്ര തന്നെ വെള്ളമില്ലാതെ പിന്നെ കുറഞ്ഞ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 9 രൂപത്തിലാക്കിയിട്ട് കൊടുത്തു വിടാം. നല്ലൊരു കറിയാണ്. അപ്പം എത്ര ഉള്ളൂ, കറി റെഡിയായി. ഇനി ഞാൻ ഉപ്പുണ്ടാവും നോക്കട്ടെ. ഓ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആണെങ്കിൽ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ടാൽ റെഡിയായി. ഇപ്പോൾ കായപ്പൊടി എടുക്കാൻ നിങ്ങൾ വിചാരിച്ചില്ല എവിടേക്കൊക്കെ പോയതെന്ന്. കായപ്പൊടി എടുത്തോണ്ടാൻ പോയതാട്ടോ. ഒരു പിഞ്ച് അത് മതി. കുഞ്ഞൊരു കായപ്പൊടീൻ്റെ ആൾക്കാർ കായപ്പൊടിക്ക് പറഞ്ഞിട്ട് കൊണ്ടുവന്നത് തന്നെ. ഇത് തിരഞ്ഞിട്ട് കാണണ്ട. അപ്പോൾ അതാണ് നമ്മളെ കറി. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നു. ഇതൊന്നും വെറുതെ പറയല്ല. ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടായിട്ട് തന്നെയാണ് ടേസ്റ്റാന്ന് പറയുന്നത്. അപ്പം നമുക്കിതൊന്ന് ഒഴിവാക്കിയിട്ട് ചമ്മന്തി ഉണ്ടാക്കുക. അപ്പോൾ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് ഇതിലിട്ട് ഒന്ന് ചൂടാക്കുകയാണ്. വറ്റൽ മുളക് ഇട്ടിട്ടാണ്. ഇതിൻ്റെ കൂടെ പിന്നെ ഇതാ ചുമന്ന ഉള്ളി, ചെറിയുള്ളി, കുഞ്ഞുള്ളി എന്നൊക്കെ പറയുന്നത് അതൊരു 5-6 വലുതാണ്. അതാണ് ഇട്ടിന്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇടാം. നമുക്ക് ഇഞ്ചി തോന വേണ്ടതാണ്. ഒരു പിഞ്ച് അളവിൽ ഇഞ്ചി നമുക്ക് എന്താ കണ്ടിരുന്നത്. ഉള്ളിയാണ് ഇതിന് തോന വേണ്ടി കേട്ടോ. ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുകയായതുകൊണ്ട് കുറച്ചാണ്. ഒരു 5-8 ഉള്ളിയാട്ടോ എടുത്തിട്ടുള്ളത്.
നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു 10-15 ഇട്ടുകൊണ്ടിരിക്കുവാനാളുണ്ടെങ്കിൽ നമുക്ക് ഇതിച്ച് ലേശം വെളിച്ചെണ്ണ വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചെടുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. ഇതൊന്ന് വാടുമ്പോൾ ഇതിനോട് എടുത്ത് വെക്കാം. എന്നിട്ട് ചൂടാറിയിട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇടുക. ഈ ചമ്മന്തി ആ കറിയും കൂടി ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് വയ്ക്കും. ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പം അതാ വറുത്തെടുത്തിട്ടോ കണ്ടോ. നമുക്ക് ഇതിലേക്ക് ലേശം വാളൻപുളി ഞാൻ നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടാ ഇതണ്ട. ഇതാണ് നമ്മൾ അരച്ചിട്ട് ഇങ്ങനെയാണ് കിട്ടിയത്. ഇതാ ഞാൻ പറഞ്ഞില്ലേ രണ്ടാൾക്കുള്ള അളവിലാണ്. പക്ഷേ ഈ ചമ്മന്തി ഇവിടെ വലിയ മോന് ഇഷ്ടാട്ടോ. ഇപ്പോൾ കോളേജിൽ പോയതാണോ, രാത്രിയേ വരുള്ളൂ. അപ്പോൾ ഇതിലുണ്ടാവും ബാക്കി. ഇപ്പോൾ നമ്മൾ ഈ പുളിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചതാട്ടെ ഞാനത്. അതുകൊണ്ട് ഇതൊന്നും ആവില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. വെച്ചൊക്കെ ഒന്ന് നോക്കട്ടെ. അടിപൊളി ചമ്മന്തിയാണ്. നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ ലേശം കഞ്ഞിവെള്ളം ചേർക്കാം. ഞാൻ ഈ ചമ്മന്തി ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അവിടെ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ലേശം, നല്ല കട്ടിയില്ല. ഇതുണ്ടോ സ്പൂണിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ഇതിൽ ഒഴിക്കുന്നത്. വേണ്ട വെള്ളം ഒന്ന് ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യണ്ട കേട്ടോ. കുറച്ച് കഞ്ഞിവെള്ളം ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേണ്ടിയില്ല. മുളക് നല്ല എരിവുള്ളായതുകൊണ്ട് ഇത് രാത്രിയിലേക്കുണ്ടാവും. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ 2 കറിയല്ല, ഒരു ചമ്മന്തി ഒരു കറി, 2 കറി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കറിയെന്ന് ഉദ്ദേശിച്ച ഈ ചമ്മന്തിക്കാട്ടോ. അപ്പോൾ അതാ ഇനി ഒന്ന് ഉപ്പുണ്ടോ നോക്കുക, പുളി ഉപ്പൊക്കെ. പുളി ഒരു പിഞ്ചും കൂടി വേണം തോന്നുന്നു. നമുക്ക് ഈ കഞ്ഞിവെള്ളം ലേശം ആക്കിയിട്ട് ഇതിൽ വയ്ക്കാം. കുറച്ചൊരു പുളി വേണം, മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ 2 ആളേ ഉള്ളൂ. മക്കൾ 3 ആൾ. ഒരാൾ കോളേജിൽ പോയി, 2 ആൾ സ്കൂളിൽ പോയി. മോന് ആസ്പത്രിയിലാണ്. ഡിസ്കിന് എന്തോ കംപ്ലൈൻ്റൊക്കെ ആയിട്ട് വയനാടാണ്. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടീന് ഞാൻ ആസ്പത്രീൻ്റെ. അപ്പോൾ അവിടെയാണുള്ളത്. നല്ല ടേസ്റ്റുണ്ട്. പുളിയൊക്കെ പാകമായി. നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ ഒരു ചമ്മന്തി മാത്രം മതി ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ ഒരു കറി കണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ എന്തിനാ പിന്നെ കറി ഉണ്ടാക്കി വെച്ചു? ഇനി ഓൾക്കൊക്കെ വേണമെങ്കിലോ വിചാരിച്ച് എനിക്ക് ഈ ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും പറയാം കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബും സപ്പോർട്ടൊന്നും നിങ്ങളുടെ ഇല്ലായിട്ടാണ്. കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കുറേ ദാരിദ്ര്യമൊന്നും പറയില്ല മക്കളെ, അത്രയും ഇതായിട്ടാണ്. അപ്പം എന്നോട് ചോദിച്ചാരോ നിങ്ങളെന്തിനാ അപ്പോൾ ഇത് ചെയ്യണത് സുഖമല്ലാതെ? അപ്പം നമ്മളങ്ങനെ ചെയ്യേണ്ടി വന്നപ്പോൾ ചെയ്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് നമ്മളെ ചാനൽ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പെട്ടെന്ന് ഫോൺ എടുക്കുമ്പോൾ ഒന്നും ചെയ്താളി. ചെയ്യാത്തോല് കേട്ടോ, ചെയ്തോല് ചെയ്യണ്ടേ. ലൈക്ക് ചെയ്താൽ മതി ചെയ്തോല്. അപ്പോൾ അസ്സലാമു അലൈക്കും.